നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 4 സെൻറ്റ് 2000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമാണ് നമുക്ക് ഇതിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈനായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവൻപുറം എന്നുള്ള സ്ഥലത്താണ്. നമുക്ക് നോക്കുമ്പോൾ നല്ല റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഇത് നമുക്കൊരു വന്നിരിക്കുന്നത്. വില്ല പ്രോജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും 5 മീറ്റർ ടാറിട്ട റോഡ് ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തെ ആൾക്കാർ താമസവും കാര്യങ്ങളൊക്കെ എല്ലാം വന്നിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ഒരു വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീട് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 60 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് വരുന്നത്. വട്ടിയൂർക്കാവ് നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് 1 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. അപ്പോൾ സെൻട്രൽ സിറ്റിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. മാക്സിമം നമുക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് റെയർ കേസസ് ആണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൽ നമുക്ക് താഴത്തെ നിലയിൽ 2 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. മുകളിൽ നമുക്ക് 3 ബെഡ്റൂം, അങ്ങനെയാണ് 5 ബെഡ്റൂമിൻ്റെ ഒരു ഫ്ലോർ പ്ലാനാണ് നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു എലിവേഷനും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് വീട് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം നല്ല മനോഹരമാക്കി ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഡിസൈൻ എല്ലാം അടിപൊളിയാക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ലൊക്കേഷൻ നോക്കുമ്പോൾ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ. നമുക്ക് അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ചൂസ് ചെയ്യാൻ നോക്കുന്ന ഒരാൾക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീട് നമുക്ക് കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെ തന്നെയാണ്. അപ്പം റേറ്റ് നമുക്ക് ലാസ്റ്റ് പറയുന്നതായിരിക്കും. മാക്സിമം വീഡിയോ ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. കളർ കോമ്പിനേഷൻ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല കളർ തീമിൽ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് എലിവേഷനെ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റീരിയർ ആയാലും നല്ല മനോഹരമാക്കി തന്നെയാണ് വീടെല്ലാം ചെയ്തിട്ടുള്ളത്. എ ഫ്രെയിം അതുപോലെ തന്നെ കേബിൾ റൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3D ഡിസൈനായിട്ട് എലിവേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് കവർ ചെയ്തിട്ടുള്ളത്. എൻട്രൻസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയ വണ്ടികളൊക്കെ കോമ്പൗണ്ടിനകത്തോട്ട് കയറാൻ തക്കെയായിട്ടുള്ള വലിയൊരു എൻട്രൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടാർ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും വേറെ നമുക്ക് അകത്തോട്ട് വണ്ടി വരാൻ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് അല്ലെങ്കിൽ കോമ്പൗണ്ടിനകത്തോട്ട് നമുക്ക് കയറാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ഫ്രണ്ടേജ് മുഴുവൻ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ്റർലോക്ക് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉൾപ്പെടെയാണ് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗാർഡൻ പ്രൊവിഷൻ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വാട്ടർ സോഴ്സ് നമുക്ക് മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആണ്. കിണർ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഗേറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒരു കിണർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗാർഡൻ പ്രൊവിഷൻ ചെയ്യാനുള്ള ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാർ പാർക്കിംഗ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ വെച്ച് നല്ല മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത ഒരു നല്ല വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്ക് നമുക്ക് കാണുന്നത് പോലെ തന്നെ വലിയ വണ്ടികളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് ഈ ഒരു കാർ പാർക്കിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് 6x4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, ഒരു സ്ക്വയർ മോഡൽ വരുന്ന ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വെരിഫൈഡ് ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന സിറ്റ് ഔട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് നോക്കാം. പ്രൊഫൈൽ ലൈറ്റ് ചാനലിൽ നമുക്ക് ചുമരിൽ നമുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഏരിയ. മുകളിൽ നമുക്ക് നോക്കുമ്പോൾ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടേജ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് ഡോർ നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് എലഗൻറ്റ് രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് ഫ്രണ്ടിലെ പ്ലാവിൻ്റെ അടിയിൽ ചെയ്തിരിക്കുന്ന ഈ ഡോറ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കിടക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് അകത്തോട്ട് കിടക്കുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു ലീവിങ് ഏരിയയാണ് വന്നിട്ടുള്ളത്. 16x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലീവിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗെല്ലാം തന്നെ കച്ചേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ഉപയോഗിച്ച് വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ, അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഗംഭീരമായിട്ടുള്ള വലിയൊരു TV യൂണിറ്റ് ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയൊരു TV ഒക്കെ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഒരു വുഡൻ പാറ്റേൺ ഫിനിഷ് വരുന്ന ഒരു കാര്യമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തീമും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ താഴെ സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്പോട്ട് ലൈറ്റ് ആയി കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയാക്കി തീർത്തിരിക്കുന്ന ഒരു TV യൂണിറ്റാണ്. അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. മുകളിൽ നമുക്ക് നോക്കുമ്പോൾ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡൻ വർക്കും പ്രൊഫൈലിൽ ചാനലും എല്ലാം നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഡെക്കറേഷൻ നമുക്ക് ഇന്റീരിയർ കാര്യങ്ങൾ ഡെക്കോറും കാര്യങ്ങളൊക്കെ വെച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു 3 ഷോക്കേസ് പോലത്തെ ഒരു സംഭവം. അതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് പോകുന്നത് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വുഡ് വർക്കിൽ വരുന്ന ഒരു ഡെക്കറേറ്റ് സാധനം നമുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കി ചെയ്തിരിക്കുന്ന അത് നമുക്ക് എന്തെങ്കിലും വീടിനകത്ത് സാധനങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഉൾപ്പെടെ നമ്മൾ സെറ്റ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇത് നമ്മൾ വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഹജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നേരെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡ് വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമായി തീർത്തിരുന്ന ഫോൾ സീലിംഗ് വർക്കാണ്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് അറേഞ്ച് ചെയ്തത്. വീട്ടിലാരെങ്കിലും വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയയുടെ വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്മാർട്ട് ടച്ച് മിററും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയായ ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ് നമുക്ക് വെച്ചിട്ടുള്ളത്. താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് വോൾ പാനലൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സും ഫാൻസി ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല കാണാൻ നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയ അത് നമുക്ക് ഒരുക്കിയെടുത്തിട്ടുണ്ട്. 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കിച്ചൺ. കിച്ചണിലെ എൻട്രൻസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും വുഡ് വർക്ക് പോലെ നമുക്ക് ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു എൻട്രൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് കുറച്ച് നമുക്ക് ഡെക്കറേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് സ്പോട്ട് ലൈറ്റ് വെച്ച് നമുക്ക് പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. നേരെ നമുക്ക് കിച്ചണിലോട്ട് പോകാം. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല അതിമനോഹരമായ കിച്ചൺ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നല്ല വിശാലമേറിയ ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിങ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വുഡ് പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങൾ യൂസ് ചെയ്ത് അത് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങൾ യൂസ് ചെയ്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജും കാര്യങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് അതിവിശാലമായിട്ട് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ ആയാലും നല്ല മനോഹരമാക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴെ മുകളിൽ വേണ്ട ഒരുപാട് ക്യാബിനറ്റ്സ് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വ്യൂ ആണ് നമുക്ക് സൈഡ് വ്യൂ നമുക്ക് കിച്ചണിൻ്റെ കിട്ടുന്നത്. ഓൾറെഡി നമുക്കിവിടെ വന്നിട്ടുള്ളൊരു ഫേബറിൻ്റെ ചിമ്മിനി നമുക്ക് ഇൻബിൽഡ് ആണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് ചെറിയ വർക്ക് ഏരിയ നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് ചെയ്തെടുത്ത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. സ്ലാബും ഒരു സിങ്കും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് ചെടികളോ കാര്യങ്ങളോ നടാനുള്ള സ്പേസ്, ഗാർഡനിങ് സ്പേസും അതുപോലെ തന്നെ തുണി നനയ്ക്കാനുള്ള ആ ഒരു ഏരിയ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം തന്നെയാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് ആയിട്ട് തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത 3D പ്രൊജക്ഷൻ വരുന്ന ഒരു ഫോൾ സീലിംഗ് ആണ്. അതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് നമുക്ക് ചെയ്താണ് ഡെക്കറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നമുക്ക് ഒരു ബെഡ്റൂം. നല്ല വിശാലമായ രീതിയിൽ നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് നമുക്ക് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്.
നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് വരുന്നത് ലിവിങ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് നമുക്ക് വന്നിരിക്കുന്നത് 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ ഒരു റൂമാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വാർഡ്രോബ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വരുമ്പോഴത്തേക്കും സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ റൂമിലെ ബാത്റൂം. മാറ്റ് ഫിനിഷ് ആയിട്ട് വരുന്ന ടൈൽസ് പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് തറയിലും അതുപോലെ തന്നെ ചുമരിലെല്ലാം നമുക്ക് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് നമുക്ക് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്തെടുത്തിട്ടുള്ളത്. ഹീറ്റർ റോഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലിലുള്ള ഹാൻഡിൽസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ നമുക്ക് വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരുന്നത്. അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ് നമ്മുടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് ആയാലും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ നേരെ എത്തിപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോർ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. 24x16 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വന്നിട്ടുള്ളത്. താഴെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്കെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് തന്നെ നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ഒരു വർക്കും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഒരു ടി വി യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്ത് കോർണറിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ കൊടുത്തുകൊണ്ട് അട്രാക്റ്റീവായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷോക്കേസ് പോലത്തെ ഒരു ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ ഇവിടെ കീപ്പ് ചെയ്ത് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും അത് നമുക്ക് പ്രൊജക്റ്റഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് 3 ബെഡ്റൂം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുന്നുണ്ട്. നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 18x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഈ ഒരു റൂം. നല്ല വലുപ്പത്തിൽ ചെയ്തിട്ടുള്ള ഒരു റൂമാണ് ഈ ഒരു റൂമാണ് നമുക്ക് കിട്ടുന്നത്. മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാർഡ്രോബ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രീമിയം രീതിയിലുള്ള ടൈൽസ് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ തന്നെയാണ് ബാത്റൂമെല്ലാം വന്നിട്ടുള്ളത്. ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് നമുക്ക് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് വന്നിരിക്കുന്നത് 14x12 ഡയമെൻഷൻ നല്ല വിശാലമായ ഒരു റൂം തന്നെയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഒരു ഫാൻസി ലൈറ്റ് മുകളിൽ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ റൂമിൽ കണ്ടതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് മുകളിൽ ചെയ്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ്സ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് ബാത്റൂമിൽ വരുന്നത് നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ഫ്ലോറിംഗ് ടൈൽസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം രീതിയിലുള്ള പ്രോഡക്ട്സ് തന്നെയാണ് ഫിറ്റിംഗ്സിനാണ് നമുക്കിവിടെ യൂസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമായ ഒരു റൂം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ചെറിയൊരു വിൻഡോ അടിപൊളിയായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് തോന്നുന്ന സംഭവം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിനായിട്ട് മുകളിൽ നമുക്ക് കബോർഡ്സും കാര്യങ്ങളൊക്കെ വന്നാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡോർ നമുക്ക് മുകളിലോട്ട് നമുക്ക് പോകാനുള്ള സ്റ്റെയറിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടെറസിലോട്ട് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ആണ് നമുക്ക് ഈ ഒരു റൂമിൽ നിന്ന് മൂന്നാമത്തെ റൂമിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ റൂമിൽ നിന്ന്
നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് നമുക്ക് ഒന്ന് പോവാം. അപ്പോൾ ഈ പോകുന്നതാണ് നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണി. ഈ കാണുന്ന വിശാലമേറിയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 10x4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നോക്കുമ്പോഴത്തേക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം നമുക്ക് സീലിംഗിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചുമരിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലും അതുപോലെ തന്നെ ഗ്ലാസ്സിലും നമുക്ക് വന്നിട്ടുള്ളത്. ഒരു ഫാൻസി ലൈറ്റൊക്കെ നമുക്കിവിടെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല മനോഹരമായ 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഇവിടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 78 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ ആണ്. 78 lakhs ആണ്. നെഗോഷ്യബിൾ തന്നെയാണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും നമുക്കൊരു 100 മീറ്ററിനകത്ത് വരുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീട് വന്ന് വിസിറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണം കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.